ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രഷർ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കർ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ സാധാരണയായി നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നത് എങ്ങനെയാണ്? പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് തിളയ്ക്കാൻ ആരംഭിക്കുകയും അതിൽ നിന്നും നീരാവി പുറത്തേക്ക് പോവുകയും ചെയ്യും. പക്ഷേ നമ്മളുടെ ഒരു കുക്കറിൻ്റെ കേസിലാണെങ്കിലോ, ഈ പ്രവൃത്തി നടക്കുന്നത് ഈ കുക്കറിനുള്ളിലെ ഈ ഒരു സ്പേസിലാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ നിന്നും നീരാവി സാധാരണയായി പുറത്തേക്ക് പോവില്ല. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. സോ നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ അടിയിലായി അതിൻ്റെ മെയിൻ ബോഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അതിൻ്റെ ഹാൻഡിലും ഇവിടെ അത് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസവും ഉണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ മുകളിലായി ഇതിൻ്റെ അടപ്പും അതോടൊപ്പം തന്നെ ഒരു സീലും ഇവിടെ കാണാം. ഈ സീൽ ഉപയോഗിച്ചാണ് ഈ കുക്കറിനുള്ളിൽ ഉണ്ടാകുന്ന നീരാവിയെ പുറത്തേക്ക് വിടാതെ ഇത് എയർ ടൈറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ഈ നോസിലും. അതായത് ഇതിനുള്ളിലുള്ള അമിതമായിട്ടുള്ള മർദ്ദം പുറത്തേക്ക് കളയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന നോസിലും അതുപോലെ തന്നെ ഇവിടെ ഒരു സേഫ്റ്റി വാൽവും നമുക്ക് കാണാം. ഇനി നമുക്ക് കുക്കർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. കുക്കറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് മുൻപായി നമുക്ക് മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് സാധാരണയായി നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിക് മർദ്ദത്തിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ്. മർദ്ദം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് തിളയ്ക്കുന്ന ആ ടെമ്പറേച്ചറും കൂടുന്നതായിരിക്കും. അത് 100 എന്നുള്ളത് 100-ന് മുകളിൽ 110 120 ആകാം. സോ ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ നമ്മളത് കുക്കറിനുള്ളിലിട്ട് അടപ്പടച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് മൂലം ഇതിനുള്ളിലുള്ള വെള്ളം തിളയ്ക്കുകയും നീരാവി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ നീരാവി ഉണ്ടായി കഴിയുമ്പോൾ ഈ കുക്കറിനുള്ളിലെ മർദ്ദം കൂടുന്നു. അങ്ങനെ മർദ്ദം കൂടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം തിളയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും കൂടുകയും, ഇങ്ങനെ കൂടിയ ടെമ്പറേച്ചറിൽ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമായിട്ട് വരികയുള്ളൂ. സോ ഇതിനുള്ളിൽ മർദ്ദം കൂടുകയാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇങ്ങനെ മർദ്ദം കൂടിക്കഴിയുമ്പോൾ ആ മർദ്ദത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇവിടെയുള്ള ഈ നോസിലിനെ ആ മർദ്ദം മുകളിലേക്ക് തള്ളുകയും അതുവഴി ഇതിനുള്ളിലെ മർദ്ദം ഇതുവഴി നീരാവിയായി പുറത്തേക്ക് പോകുന്നതാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ഇതിനുള്ളിലെ മർദ്ദം മുഴുവൻ കുറഞ്ഞു കഴിയുമ്പോൾ ഈ നോസിൽ താഴേക്ക് തന്നെ വരികയും വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനും ആരംഭിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ നോസിൽ ഇവിടെ വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ നമ്മുടെ ഈ കുക്കറിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കൂടുതൽ ഉയരാൻ തുടങ്ങുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആവുകയും ഇതുവഴി ഇതിനുള്ളിലെ നീരാവി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ കുക്കർ വളരെ സേഫായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ നോസിലും വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഈ സേഫ്റ്റി വാൽവും വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പ്രഷർ കുക്കറിനുള്ളിലെ മർദ്ദം പരിധിയിൽ കൂടുതൽ ഉയരുകയും നമ്മുടെ കുക്കർ ഒരു ബോംബ് പോലെ ആക്ട് ചെയ്യുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചില സമയങ്ങളിൽ നമ്മൾ വളരെ ചെറിയ പദാർത്ഥങ്ങൾ, അതായത് ചിലപ്പോൾ പൊടിയരി അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് നമ്മുടെ ഈ കുക്കർ ഉപയോഗിച്ച് പാകം ചെയ്യുന്നതെങ്കിൽ അടുത്ത തവണ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപായി നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പ് വളരെ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ നോസിലിനും അതുപോലെ തന്നെ ഈ പ്രഷർ റിലീസിങ് വാൽവിനും വഴി ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും അവ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്യുകയും ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ വലിയൊരു ആപത്താണ് വിളിച്ചു വരുത്തുന്നത്. സോ എല്ലാവർക്കും കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി
വീണ്ടും കാണാം. താങ്ക് യു.